പതിവില്ലാതെ പൂന്തോട്ടങ്ങളിൽ നിറഞ്ഞു വിരിയുകയാണ് അസാധാരണ സുഗന്ധമുള്ള മണിമുല്ല ചെടികൾ. മുൻവർഷങ്ങളിൽ കാണാത്ത വിധം ഇത്തവണ മണിമുല്ലപ്പൂക്കൾ വിരിയുന്നത് കൗതുക കാഴ്ചയാവുകയാണ്. സാധാരണ ഡിസംബർ മുതൽ ഫെബ്രുവരി വരെയാണ് മണിമുല്ലപ്പൂക്കൾ വിരിയാറ്. മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ലെന്ന് പരാതി പറയുന്നവർ പക്ഷേ മണിമുല്ലയുടെ കാര്യത്തിൽ അഭിപ്രായം മാറ്റിപ്പറയും. കാരണം ഇതിന്റെ സുഗന്ധം അസാധാരണമാണ്. സുഗന്ധത്തിലും രൂപത്തിലും മുല്ലയുമായി വലിയ സാമ്യം ഒന്നും തന്നെ ഇല്ലെങ്കിലും ചുറ്റുപാടും നിറയുന്ന സുഗന്ധമാണ് ഇതിന്. ഡിസംബർ മാസമായതോടെ പൂന്തോട്ടങ്ങളിലെല്ലാം പൂത്തു നിറഞ്ഞു നിൽക്കുകയാണ് മണിമുല്ല. ഒപ്പം ഇതിന്റെ സുഗന്ധവും. മഞ്ഞു വീണ് കിടക്കുന്നത് പോലെയാണ് മണിമുല്ലപ്പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്നത് കണ്ടാൽ തോന്നുക. നാഗമുല്ല, കാമിനിമുല്ല എന്നൊക്കെ ഇതിന് പേരുകളുണ്ട്. വള്ളിച്ചെടിയായി പടർന്നു വളരുന്ന മണിമുല്ലയുടെ ശാസ്ത്രീയ നാമം റെറ്റിയ റിലിജിയോസ എന്നാണ്. വൈകുന്നേരങ്ങളിൽ പൂക്കൾ വിരിയും. രാത്രിയോടെ സുഗന്ധം പരക്കും. ഫെബ്രുവരി വരെയാണ് പൂക്കൾ കാണപ്പെടുക. കമ്പ് മുറിച്ചു നട്ടും ലെയറിംഗ് വഴിയും പുതിയ തൈകൾ ഉൽപ്പാദിപ്പിക്കാം. തണലത്ത് വളരുമെങ്കിലും വെയിലാണ് ഏറെയും ഇഷ്ടം. ബോൺസായി രൂപത്തിൽ വെട്ടി വളർത്താനും സാധിക്കും. ഇതിപ്പോൾ ഒരു വർഷം അടുത്തായി നമ്മൾ ഈ തൈ വെച്ചിട്ട് ഇത് നമ്മൾ മണ്ണൂത്തിന്നായിരുന്നു മേടിച്ചായിരുന്നു. ഇതിപ്പോൾ ഒരു മാസമായിട്ട് പൂക്കാൻ തുടങ്ങണ്ടായിരുന്നു. ഇന്നിപ്പോൾ കാലത്തായപ്പോഴാണ് ഇതേപോലെ നന്നായിട്ട് പൂത്ത് നല്ല സ്മെല്ലൊക്കെ ആയിട്ടാണ് ഇതിൻ്റെ ഇത് വന്നേക്കണം. മുല്ലയെ തോൽപ്പിക്കുന്ന സുഗന്ധമുള്ള മണിമുല്ല വിരിയുമ്പോഴേക്കും ഏറെ ദൂരെ നിന്നുപോലും പൂമ്പാറ്റകളും തേനീച്ചകളും എത്തുകയാണ്. ന്യൂസ് ഡെസ്ക് KCB ന്യൂസ്.